Program to find the transpose of a matrix. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ മെട്രിക്സ് എ, ഇത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്ത മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എയുടെ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് കോളം ആയിരിക്കും. ദെൻ എയുടെ സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസിൻ്റെ സെക്കൻഡ് കോളം ആയിരിക്കും. അതായത് റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് എയും എ ട്രാൻസ്പോസും ഉണ്ടാവുക. അപ്പോൾ ഈ പ്രോഗ്രാമിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സ് റീഡ് ചെയ്യണു, അതിനുശേഷം അതിൻ്റെ ട്രാൻസ്പോസ് വേറൊരു മെട്രിക്സിൽ സ്റ്റോർ ചെയ്യണു, എന്നിട്ട് ആ മെട്രിക്സ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് മെട്രിക്സ് ട്രാൻസ്പോസ് എങ്ങനെ ഇരിക്കും എന്ന് കണ്ടാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്രിൻറ്റ് ചെയ്യണതിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി. എയുടെ റോ ആദ്യം റോ വൈസ് പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം കോളം വൈസ് പ്രിൻറ്റ് ചെയ്താൽ മതി. സാധാരണ നമ്മൾ ഫസ്റ്റ് റോ പ്രിൻറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് സെക്കൻഡ് റോ, തേർഡ് റോ, ആ രീതിയിലാണ് ഒരു മെട്രിക്സ് പ്രിൻറ്റ് ചെയ്യുക. അതിന് പകരം ഫസ്റ്റ് കോളം പ്രിൻറ്റ് ചെയ്യുക, സെക്കൻഡ് കോളം, തേർഡ് കോളം അങ്ങനെ പ്രിൻറ്റ് ചെയ്യുക. പക്ഷേ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കോളത്തിനെ ഒരു ലൈനിൽ വേണം പ്രിൻറ്റ് ചെയ്യാൻ, ദെൻ സെക്കൻഡ് കോളം അടുത്ത ലൈനിൽ പ്രിൻറ്റ് ചെയ്യുക. അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് പോയാലും മതി. അതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ ഇരിക്കും എന്ന് കാണണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ വേറൊരു മെട്രിക്സ് എടുത്ത് ആ മെട്രിക്സിനകത്തേക്ക് ഈ എ ട്രാൻസ്പോസ് സ്റ്റോർ ചെയ്തതിന് ശേഷം അത് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ എ ട്രാൻസ്പോസിനെ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ മെട്രിക്സിനെ. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന മെട്രിക്സിനെ ഞാൻ തൽക്കാലം ബി എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞ മെട്രിക്സിനെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ബിയിലെ റോ വൈസ് ഞാൻ ബീനെ ക്രിയേറ്റ് ചെയ്യാൻ പോണ്. ബി ഓഫ് 0 0. ബി ഓഫ് 0 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഓഫ് 0 0 എന്ന് പറഞ്ഞാൽ എയിലെ ഈ എലമെൻ്റാണ്, അതായത് എ ഓഫ് 0 0 ആണ്. ദെൻ ബിയിൽ അടുത്ത എലമെൻ്റ് എടുക്കുകയാണ്, ബി ഓഫ് 0 1, അതായത് 0th റോ ഫസ്റ്റ് എലമെൻറ്റ്. ബി ഓഫ് 0 1 ഈക്വൽ ടു എ ഓഫ് 1 0 അല്ലേ? അതായത് എയിലെ ഫസ്റ്റ് റോ 0th എലമെൻറ്റ്, അതാണ് എ ഓഫ് 1 0. ദെൻ ബിയിലെ അടുത്ത എലമെൻ്റ് എടുക്കുകയാണ്, ബി ഓഫ് 1 0, ബി ഓഫ് 1 0 എന്ന് പറഞ്ഞാൽ എ ഓഫ് 0 1. ഇങ്ങനെയാണ് നമ്മൾ ബീനെ ക്രിയേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കിതിനെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ബി ഓഫ് ഐ ജെ ഈക്വൽ ടു എ ഓഫ് ജി ഐ. ഇനി ഐയും ജെയും എന്താണ്? ഐ എന്ന് പറയുന്നത് 0 മുതൽ ബിയുടെ നമ്പർ ഓഫ് റോസ് -1 വരെ പോകണം. ജെ എന്ന് പറയുന്നത് 0 മുതൽ ബിയുടെ നമ്പർ ഓഫ് കോളംസ് -1 വരെ പോകണം. അപ്പോൾ അതിൻ്റെ ലൂപ്പ് എഴുതുന്ന സമയത്ത് ബി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ഓഫ് ഐ ജെ എന്ന് പറഞ്ഞ് ഓരോ എലമെൻറ്റിനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് എഴുതുന്നത്. അപ്പോൾ ബിയുടെ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് നോക്കിയിട്ട് വേണം ലൂപ്പ് എഴുതാൻ. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആണെങ്കിൽ ബി എന്ന് പറയുന്നത് ഒരു n/m മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ബിയുടെ ലൂപ്പ് എഴുതുമ്പോൾ ബി ക്രിയേറ്റ് ചെയ്യാനുള്ള ലൂപ്പ് എഴുതുക എന്ന് പറഞ്ഞാൽ i ഈക്വൽ ടു 0, i ലെസ് ദാൻ n i പ്ലസ് പ്ലസ്. ഫോർ ജെ ഈക്വൽ ടു 0, j ലെസ് ദാൻ m j പ്ലസ് പ്ലസ്. ഇതിനകത്ത് ബി ഓഫ് ഐ ജെ എന്താന്ന് നമ്മൾ അസൈൻ ചെയ്യാൻ പോവാണ്. ബി ഓഫ് ഐ ജെ ഈക്വൽ ടു എ ഓഫ് ജെ ഐ. ഇത്രയും മാത്രമാണ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലൂപ്പ് വരിക. ഇനി ഇത് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ മെട്രിക്സ് പ്രിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ പ്രിൻറ്റ് ചെയ്യുക. ഇതേ ലൂപ്പായിരിക്കും എഴുതുക. ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ m എന്ന് പറഞ്ഞ ലൂപ്പായിരിക്കും നമ്മൾ എഴുതുക. ഇനി ഇതിപ്പോൾ ബി ഓഫ് ഐ ജെ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുന്ന സമയത്ത് ബിയുടെ ഇൻഡെക്സ് നോക്കിയിട്ടാണ് നമ്മൾ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇനി എയിലെ ഓരോ എലമെൻറ്റും എടുക്കാൻ വേണ്ടിയിട്ട് എയിലൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള ലൂപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർ ഐ ഈക്വൽ ടു 0, അതായത് ഔട്ടർ ലൂപ്പിൽ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ m എന്ന് തന്നെ എഴുതിയാൽ മതിയാവും. ദെൻ ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ n എന്ന് എഴുതാം. അപ്പം അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ടത് ഓരോ എ ഓഫ് ഐ ജെയിനെയാണ്. ഓരോ എ ഓഫ് ഐ ജെയിനെ എടുത്തിട്ട് ബി ഓഫ് ജെ ഐയിൽ വയ്ക്കുക. അതായത് ഇങ്ങനെയാണ് നമ്മൾ ലൂപ്പ് എഴുതുന്നത്. ബി ഓഫ് ജെ ഐ ഈക്വൽ ടു എ ഓഫ് ഐ ജെ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ എക്ക് വേണ്ടിയിട്ടുള്ള ലൂപ്പാണ് എഴുതേണ്ടത്. അതായത് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ m വരെയും ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ n വരെയും പോണ ഒരു ലൂപ്പ് എഴുതിയാൽ മതി. ഇപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രോഗ്രാം നമുക്കൊന്ന് നോക്കാം.
ഞാൻ മാറ്റ് എന്നാണ് ഫസ്റ്റ് മെട്രിക്സിന് പേര് കൊടുത്തത്. അതിന് ട്രാൻസ്പോസിന് ട്രാൻസ് എന്ന് പേര് കൊടുത്തു. രണ്ടും 5x5 മെട്രിക്സ് ആണ്. ij എന്ന് പറയുന്നത് 2 ലൂപ്പ് വേരിയബിൾസ് ആണ്. rc എന്ന് പറയുന്നത് റോ ആൻഡ് കോളം ഓഫ് എ ബി. ആദ്യം ആർ സി റീഡ് ചെയ്തു. ആർ ഇൻറ്റു സി എലമെൻസിനെ മെട്രിക്സിലേക്ക് റീഡ് ചെയ്തു. എ ബി അല്ല, സോറി, മാറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ മെട്രിക്സ്. അതിൻ്റെ റോ ആൻഡ് കോളമാണ് ആർ സി. ട്രാൻസ്പോസിൻ്റെ റോ ആൻഡ് കോളം എന്ന് പറഞ്ഞാൽ സി ആർ ആയിരിക്കും വരിക. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോസ് കണ്ടുപിടിക്കാനുള്ള ലൂപ്പ് എഴുതി. ഇവിടെ ട്രാൻസ് ഓഫ് ഐ ജെ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ലൂപ്പിൻ്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ സിയും നമ്പർ ഓഫ് കോളംസ് ആറുമാക്കിയിട്ട് എഴുതി. ട്രാൻസ് ഓഫ് ഐ ജെ ഈക്വൽ ടു മെട്രിക്സ് ഓഫ് ജെ എന്ന് എഴുതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാമെന്നാണ് പറഞ്ഞത്. മെട്രിക്സ് ഓഫ് ഐ ജെ ആണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ എം എ ടി എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ റോ ആൻഡ് കോളം വെച്ചിട്ടാണ് ലൂപ്പ് എഴുതേണ്ടത്. അപ്പോൾ ഐ ലെസ് ദാൻ ആറും ജെ ലെസ് ദാൻ സിയും വെച്ചിട്ട് ലൂപ്പ് എഴുതുകയാണെങ്കിൽ മെട്രിക്സ് ഓഫ് ഐ ജെ എടുക്കണം. എന്നിട്ട് അത് ട്രാൻസ്പോസ് ഓഫ് ജെ ഐയിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ്, സോറി, ഇത് ഞാൻ ഫസ്റ്റ് മെട്രിക്സ് പ്രിൻറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് അതിന് ട്രാൻസ്പോസും പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുന്ന മെട്രിക്സിന് ട്രാൻസ്പോസിന് നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ സിയും നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ ആറുമാണ്. ട്രാൻസ്പോസിന് ട്രാൻസ് ഓഫ് ഐ ജെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓർഡർ ഓഫ് ദി മെട്രിക്സ് 2/3 എന്ന് കൊടുത്തു. 6 എലമെൻറ്റ്സ് 1 2 3 4 5 6. ഇപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് 1 2 3 4 5 6 ആണ്. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 1 4 2 5 3 6.